പുരസ്കാർ 2026 അതിൻ്റെ മനോഹരമായിട്ടുള്ള സായാഹ്നത്തിൽ നാം എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നതായിട്ടുള്ള അവസരമാണ്. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമുക്കെല്ലാവർക്കും ചേർന്ന് വരുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കിയിരിക്കുന്നത്. മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെയും നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും അവസരമാകുന്നു. എന്നാൽ ഇത് കേവലം ഒരു പുരസ്കാരദാന ചടങ്ങല്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മികവിനെ അംഗീകരിക്കുന്ന വേദി മാത്രവുമല്ല, ദൈവം മനുഷ്യരിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെയും താലന്തുകളെയും വിശ്വസ്തതയെയും സേവനത്തെയും സാക്ഷ്യത്തെയും ആഘോഷിക്കുന്നതായുള്ള ഒരു ആത്മീയ കൂടിവരവാണ്. യേശു പറഞ്ഞ താലന്തുകളുടെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. നമുക്ക് എത്ര ലഭിച്ചു എന്നതല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനെ, ലഭിച്ചിരിക്കുന്നതിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നത്. ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നതായിട്ടുള്ള ഓരോ വ്യക്തിയെയും നോക്കുമ്പോൾ നാം കാണുന്നത് വിജയത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള നിമിഷമാണ്. എന്നാൽ ഓർക്കണം, വിജയത്തിൻ്റെ വേദിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഓരോരുത്തരുടെയും പിന്നിൽ അനവധിയായിട്ടുള്ള പരാജയത്തിൻ്റെ, വീഴ്ചയുടെ, പിന്നോക്കത്തിൻ്റേതായിട്ടുള്ള അവസരങ്ങൾ, അനുഭവങ്ങളുണ്ട്. ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ഓരോരുത്തരും ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചതായിരിക്കണമെന്നില്ല. പലപ്പോഴും പരാജയം രുചിച്ചതിന് ശേഷമാണ് വിജയത്തിൻ്റെ മാധുര്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പരാജയം വിജയത്തിൻ്റെ ശത്രുവല്ല, പിന്നെയോ വിജയത്തിലേക്കുള്ള ഒരു പരിശീലനമായിട്ട് മാത്രം നാം അതിനെ കണ്ടാൽ മതിയാകും. ഒരു തോൽവി ജീവിതത്തിൻ്റെ അവസാനമല്ല. ഒരു പരീക്ഷയിൽ തോറ്റാൽ ഒരാൾ പരാജിതനാകുന്നില്ല. ഒരു ജോലി ലഭിക്കാതിരുന്നാൽ ഒരാളുടെ വില കുറയുന്നില്ല. ഒരു മത്സരത്തിൽ തോറ്റാൽ കഴിവ് അവസാനിക്കുന്നില്ല. ഒരു സ്വപ്നം വൈകിയാൽ ദൈവത്തിൻ്റെ പദ്ധതി അവസാനിക്കുകയില്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയോട് പറയേണ്ട ഒരു സന്ദേശമായിട്ട് ഈ രാത്രിയെ നമുക്ക് കാണാം. ഇന്ന് യുവാക്കൾ വലിയ വിജയ സമ്മർദ്ദത്തിന് ഇടയിലാണ് ജീവിക്കുന്നത്. അവരുടെ വിജയങ്ങളുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഏജ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് ഏജ് ഓഫ് എക്സലൻസ്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ പരാജയങ്ങളുടെ കഥകൾ പലപ്പോഴും കാണാറില്ല. അതിനാൽ ചിലപ്പോൾ ഒരു പരാജയം തന്നെ ജീവിതത്തിൻ്റെ പരാജയമായി അവർ കാണുന്നു. അവസാനത്തെ അനുഭവമായിട്ട് പലപ്പോഴും തോന്നുകയും ചെയ്യുന്നു. ഇന്ന് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്നതായുള്ള മാനസിക സമ്മർദ്ദവും ആത്മഹത്യാ പ്രവണതയും അതിനെക്കുറിച്ചുള്ള ആശങ്കയും എല്ലാം നമ്മെ ഗൗരവമായി ഈ അവസരം ചിന്തിപ്പിക്കണം. നമ്മുടെ കുട്ടികളോട് നീ ജയിക്കണം എന്ന് മാത്രം പറയുന്ന സമൂഹമാകരുത് നമ്മളുടേത്. നമ്മളുടെ കാലം ചെയ്ത ഡോക്ടർ യോഹന്നാൻ മാർത്തോമ്മ മെത്രാപ്പോലീത്ത തിരുമേനി കുഞ്ഞുങ്ങളോട് വളരെയധികം ഇടപെടുവാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നതായിട്ടുള്ളൊരു തിരുമേനിയാണ്. തിരുമേനി പരീക്ഷ വിജയത്തിൻ്റെയൊക്കെ ശേഷം കുട്ടികളെ കാണുന്ന അവസ്ഥയിൽ പറയും, നിങ്ങൾ കുറച്ച് പേരെ ജയിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം, എന്നാൽ കുറച്ച് പേര് തോറ്റിട്ടുമുണ്ട്. എനിക്ക് തോറ്റിട്ടുള്ള ആളുകളോട് ഒരു ഇഷ്ടമുണ്ട്. കാരണം ഐ വോണ്ട് ടു ബി തേർഡ് ഓൾവേസ്. എന്താണ് തിരുമേനി പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുവാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ തിരുമേനി അത് തന്നെ വിശദീകരിച്ചു. തിരുമേനി പറഞ്ഞു, God comes to me as the first one, the other person comes to me as the second one, and I am the third. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണണം എന്നുള്ളത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു തിരുമേനി. നമുക്ക് തന്നെ പറയുന്നതിനായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളോട് സാധിക്കുമോ? നീ തോറ്റാലും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാകും, നീ വീണാലും എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കൈപിടിക്കും.
നിൻ്റെ വിജയത്തിൽ മാത്രമല്ല, പിന്നെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത് നീ ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്നതാണ് നിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് പറയുന്നതായുള്ള കുടുംബവും സമൂഹവും സഭയുമൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത് എന്നത് നമുക്ക് ചിന്തിക്കാം. യുവാക്കൾക്ക് വിജയിക്കുവാൻ മാത്രമല്ല, പരാജയത്തെ നേരിടുവാൻ തക്കവണ്ണം പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ അടുത്ത സമയത്ത് സമൂഹത്തിലുണ്ടായ ടീനേജേഴ്സിൻ്റെ കൗമാരപ്രായത്തിലുള്ളതായുള്ള കുഞ്ഞുങ്ങൾ, അവ ഏത് വ്യാജമാർഗവും ഉപയോഗിച്ചു തങ്ങൾ ആഗ്രഹിക്കുന്നതായുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് താല്പര്യപ്പെട്ടതായുള്ള അനുഭവങ്ങൾ, അപ്രകാരമുള്ള സംഭവങ്ങൾ നമ്മളുടെ എല്ലാം കണ്ണുകൾ തുറപ്പിച്ചതായിട്ടുള്ള വസ്തുതകളാണ്. ഒരു പെൺകുട്ടി തൻ്റെ അപ്പനെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി വധിക്കുവാൻ തക്കവണ്ണം ഒരു വൈഷമ്യവും കാട്ടാതിരുന്നതായിട്ടുള്ള സാഹചര്യം. കുളിമുറിയുടെ ചെറിയ വാതിലിലൂടെ അകത്ത് കയറുവാൻ തക്കവണ്ണം സഹപാഠികളെ സഹായിച്ചതായുള്ള വ്യക്തി അപ്പനെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തതിന് ശേഷം ആ വീഡിയോ അവൾക്ക് അയച്ചു കൊടുത്തു എന്നതാണ് പത്രത്തിൽ കൂടിയൊക്കെ നമുക്ക് വായിക്കുവാനായിട്ടിടയായിട്ടെത്തുന്നത്. അവൾക്കതിൽ വിഷമമുണ്ടായിരിക്കാം, അതിൽ അവൾക്ക് കരച്ചിലുണ്ടായിരിക്കാം. ഇത് കേൾക്കുന്നതായുള്ള അവസരത്തിൽ സമൂഹത്തിൻ്റെതായുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകാം. എന്നാൽ ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൗമാരപ്രായത്തിലുള്ളതായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ കാഴ്ചപ്പാട് വളരെ വികലമായിട്ട് തീരുന്നു എന്നതിൽ മൂല്യച്യുതി സംഭവിക്കുന്നു എന്നത് മറന്നു പോകുവാനായിട്ടിടയാവരുത്. അത് നൽകേണ്ടതായുള്ള സ്ഥാനങ്ങൾ നൽകുവാനായിട്ട് നമുക്കിടയാകണം. അത് ലഭിക്കേണ്ടതായുള്ള സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനായിട്ടിടയാവണം. കൂട്ടുകാരുണ്ട് എന്ന് പറയുന്നത് നല്ലതാണ്. എന്നാൽ കൂട്ടുകാർ എന്തിനു വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു? നന്മയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം കൂട്ടുകെട്ടുകയാണോ? അതോ മറ്റുള്ളവരെ തരം താഴ്ത്തുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ ഇല്ലാതെയാക്കി തീർക്കുവാൻ തക്കവണ്ണം, ജീവിക്കുവാനായിട്ടുള്ള എല്ലാ അവസരവും നഷ്ടപ്പെടുത്തുന്നതായുള്ള രീതിയിൽ സ്വന്തം ജീവിതത്തെ കാണുവാനായിട്ട് ശ്രമിക്കുന്നത് എത്രയോ വികലമായുള്ള കാഴ്ചപ്പാടാണ്. ഇത് ഈ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുതയാണ്. ഇന്ന് നാം ആദരിക്കുന്നതായിട്ടുള്ള പുരസ്കാര ജേതാക്കളെല്ലാം തന്നെ നമ്മളുടെ സഭയുടെ മക്കളാണ്. അതുകൊണ്ടാണ് ഇത് മലങ്കര മാർത്തോമാ സുറിയാനി സഭ ക്രമീകരിച്ചിരിക്കുന്നത് പുരസ്കാർ 2026 എന്ന ഫംഗ്ഷൻ. ഇവിടെ പല പ്രാവശ്യം സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷമാണ് നാം ആദ്യമായിട്ട് ഇത് ക്രമീകരിച്ചത്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി സഹായത്തോടു കൂടി നാം ക്രമീകരിക്കുന്നതായുള്ള ഈ പുരസ്കാർ എന്നുള്ളതായിട്ടുള്ള സന്ധ്യ അനുഗ്രഹീതമായിട്ട് തീരുന്നത് ഈ കൂടിവരവിൽ പാട്ടുകൾ കേൾക്കുന്നതിൽ കൂടെ മാത്രമല്ല, ആളുകളെ കാണുന്നതിലും കൂടെ മാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുവാൻ തക്കവണ്ണം വേണ്ടതായുള്ള വകകൾ ലഭിക്കുന്നതിൽ കൂടെയും മാത്രമല്ല, പിന്നെയോ നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായുള്ള സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് ആ സന്ദേശങ്ങളെ ലോകത്ത് നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരുന്നതായുള്ള സാഹചര്യങ്ങളിലൂടെയാണ് എന്നത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകണം. തീർച്ചയായിട്ടും ഓരോ നേട്ടവും സന്തോഷത്തിൻ്റേതായിട്ടുള്ള അവസരമാണ്. ഒരു മാർത്തമക്കാരൻ ശാസ്ത്ര രംഗത്തെ മികവ് തെളിയിക്കുമ്പോൾ സഭ വളരെയധികമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കായിക രംഗത്ത് ഉയരുമ്പോൾ സഭ സന്തോഷിക്കുന്നുണ്ട്. കർഷകനായി മണ്ണിനെ സംരക്ഷിക്കുമ്പോൾ സഭ സന്തോഷിക്കുന്നുണ്ട്. സാഹിത്യത്തിലും കലകളിലും മികവ് തെളിയിക്കുമ്പോൾ സഭ സന്തോഷിക്കുന്നുണ്ട്. മനുഷ്യ സേവനത്തിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ സഭ സന്തോഷിക്കുന്നു. കാരണം അവർ സഭയിൽ നിന്ന് സ്വീകരിച്ചതിന് ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് നൽകുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. ഇവിടെ ഒരു ആത്മീയ തിരുത്തൽ കൂടി ആവശ്യമുണ്ട്. നമ്മളുടെ ലക്ഷ്യം മാർത്തോമാ സഭയുടെ പേര് പ്രശസ്തമാക്കുക എന്നുള്ളതല്ല, മറിച്ച് മാർത്തോമാ സഭയുടെ മക്കളുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. ലോകം നമ്മളുടെ മക്കളെ കാണുമ്പോൾ ഇവരുടെ വിശ്വാസം ഇവരുടെ ജീവിതത്തിൽ എന്തോ നല്ലത് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. നമ്മളുടെ പേര് ഉയരുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത്
ദൈവത്തിൻ്റെ നാമം ഉയരുക എന്നതാണ്. നമ്മളുടെ നേട്ടങ്ങൾ സഭയുടെ മഹത്വത്തിനായി മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരേണ്ടത് തികച്ചും ആവശ്യമാണ്. മലങ്കര മാർത്തോമാ സഭയുടെ പേര് ദൃശ്യമാകട്ടെ. എന്നാൽ അതിലൂടെ ദൈവത്തിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടുവാൻ്റെ കോണം ഇടയായി തീരട്ടെ എന്ന ഈ സന്ധ്യയിൽ നമുക്ക് ആഗ്രഹിക്കാം. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ദൈവം നൽകിയ കഴിവുകളും സമൂഹത്തിനായി ചെയ്യുന്ന സേവനങ്ങളും ഇവിടെ ആദരിക്കപ്പെടുന്നുണ്ട്. ഓരോ പുരസ്കാര വിഭാഗവും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക മുഖത്തെ പ്രതിഫലിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. മാർത്തോമാ മാനവ സേവാ പുരസ്കാരം കാരുണ്യത്തോടും മനുഷ്യ സ്നേഹത്തോടും കൂടി മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരെ ആദരിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന യേശുവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുറ്റുപാടുകൾ നമ്മുടെ കണ്ണുകൾ തുറന്ന് കാണുവാൻ, ചുറ്റുപാടുമുള്ളതായുള്ള രോദനങ്ങൾ കേൾക്കുവാൻ, ആർദ്രതയുള്ളതായുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ടൊക്കെ തീരുവാൻ നമുക്ക് ഇടയായിട്ട് തീരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. ഇന്ന് കർഷക പുരസ്കാരമുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന മനുഷ്യരെ ആദരിക്കുന്നതായൊരവസരമായിട്ട് അതിനെ കാണണം. ഉൽപ്പത്തി 2:15 പറയുന്നത്, മനുഷ്യനെ ഭൂമിയെ പാലിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും ദൈവം ഉത്തരവാദിത്വം നൽകുന്നു എന്നതത്രേ. കർഷകൻ മണ്ണിൽ വിത്തിടുന്നു, ഉടൻ ഫലം പ്രതീക്ഷിക്കുന്നില്ല. അവൻ കാത്തിരിക്കുന്നു, അധ്വാനിക്കുന്നു, ചിലപ്പോൾ പരാജയപ്പെടുന്നു, വീണ്ടും വിതയ്ക്കുന്നു. അതുകൊണ്ട് കർഷകൻ്റെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് വിത്ത് വിതയ്ക്കാതെ വിള ലഭിക്കുകയില്ല എന്നതാണ്. അധ്വാനിക്കാതെ നമുക്ക് കൊയ്ത്തില്ലല്ലോ, ക്ഷമയില്ലാതെ മികവുമില്ല. കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിൻ്റെ നാശവും ഭക്ഷ്യ സുരക്ഷയുടെ പ്രശ്നങ്ങളും നേരിടുന്ന ഈ കാലത്ത് കർഷകനെ ആദരിക്കുന്നത് തികച്ചും ഉചിതമാണ്. അത് സൃഷ്ടി സംരക്ഷണത്തിൻ്റെ ആദരിക്കൽ കൂടിയാണ് എന്നത് ഇത്തരണത്തിൽ ഓർക്കാം. പിന്നെ കായിക പുരസ്കാരം വിജയത്തെ മാത്രം അംഗീകരിക്കുന്നത് ഒന്നല്ലാതെ അതിൻ്റെ പിന്നിലെ അച്ചടക്കത്തെയും പരിശീലനത്തെയും കൂട്ടായ്മയും സ്ഥിരോത്സാഹത്തെയും പരാജയത്തിൽ നിന്ന് തിരിച്ചു വരുവാനുള്ള ശക്തിയെയും എല്ലാം അംഗീകരിക്കുന്നതായിട്ടുള്ള ഒരവസരമാണ്. ഒരു കായിക താരം ഒരു മത്സരത്തിൽ തോറ്റാൽ പരിശീലനം അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും മൈതാനത്തേക്ക് മടങ്ങുകയാണ്. നമ്മുടെ യുവാക്കൾ പഠിക്കേണ്ട ഒരു വലിയ പാഠം ഇവിടെയുണ്ട് എന്നത് ഓർക്കണം. ഗ്രീൻ അവാർഡുകൾ നമ്മുടെ സൃഷ്ടി സംരക്ഷണ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം ഇന്നൊരു ഫാഷനല്ല, അതൊരു ക്രൈസ്തവ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഭൂമി നമ്മളുടെ സ്വന്തമല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഇടവുകളും സ്കൂളുകളും സ്ഥാപനങ്ങളും ഹരിതപരമായ പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിയെ സംരക്ഷിക്കുമ്പോൾ അവർ അടുത്ത തലമുറയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് എന്നത് നമുക്ക് ഓർക്കാം. അക്കാദമിക് പുരസ്കാരങ്ങൾ അറിവിനോടുള്ള അന്വേഷണത്തെയും ചിന്തയെയും അധ്വാനത്തെയും സത്യ അന്വേഷണത്തെയും ആദരിക്കുന്നു. അറിവ് നമ്മെ അഹങ്കാരികളാക്കരുത്. അറിവ് ജ്ഞാനമായിട്ട് മാറണം, ജ്ഞാനം സേവനമായിട്ട് മാറണം. നമ്മളുടെ യുവാക്കൾ ലോകത്തിലെ മികച്ച സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും എത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. എന്നാൽ അവർ എവിടെ എത്തിയാലും അവരുടെ അറിവ് മനുഷ്യ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും ഉപയോഗിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരണമേ എന്നത് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ചിന്തിക്കുന്നതായിട്ടുള്ള യുവാക്കൾ സഭയ്ക്കുണ്ട് എന്നതിൽ അഭിമാനമുണ്ട്. ചോദ്യം ചോദിക്കുന്നതായിട്ടുള്ള യുവാക്കൾ സഭയ്ക്ക് ആവശ്യമാണ്. പുതിയ ആശയങ്ങളുമായി വരുന്ന യുവാക്കൾ ഇന്ന് സഭയിൽ കാണപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. സാഹിത്യ പുരസ്കാരങ്ങൾ നമ്മുടെ ഭാഷയും ചിന്തയെയും സൃഷ്ടിപരതയും ആഘോഷിക്കുന്നതായുള്ളൊരു വേളയാണ്. ഒരു നല്ല എഴുത്തുകാരന് സമൂഹത്തിന് മുറിവുകൾ കാണുവാനായിട്ട് കഴിയും. ഒരു നല്ല കവിക്ക് മറ്റുള്ളവർ കാണാതെ പോകുന്ന സൗന്ദര്യം കാണുവാനായിട്ട് കഴിയും. ഒരു നല്ല കഥാകാരന് ഒരാളുടെ വേദന മറ്റൊരാളുടെ ഹൃദയത്തിൽ എത്തിക്കുവാൻ കഴിയും. വാക്കുകൾക്ക് മനുഷ്യനെ മുറിപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനായിട്ടും കഴിയും. രണ്ടും സാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സാഹിത്യം സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും നന്മയുടെയും സേവനമായിട്ട് പരിണമിക്കട്ടെ.
സെമിത്തേരി സംരക്ഷണ പുരസ്കാരം നമ്മുടെ വേരുകളെ ഓർമ്മിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള അംഗീകാരമാണ്. നമ്മുടെ മാതാപിതാക്കളും പൂർവികരും വിശ്രമിക്കുന്നതായുള്ള സ്ഥലങ്ങളെ സംരക്ഷിക്കുവാൻ വെറും ശുചീകരണ പ്രവർത്തനമല്ല അത് നമ്മളുടെ വേരുകളോടുള്ള ആദരവാണ്. നാം ഭാവിയിൽ മുമ്പോട്ട് പോകുമ്പോഴും നമ്മെ ഇവിടെ വരെ എത്തിച്ചതായുള്ള തലമുറകളെ മറക്കുവാനായിട്ട് നമുക്ക് ഇടയാവരുത്. വേരുകളെ മറക്കാത്തവർക്കാണ് ഭാവിയിലേക്ക് ഉറച്ചു നിൽക്കുവാൻ കോണം കഴിയുന്നത് എന്നത് ഓർക്കുവാനായിട്ട് ഇടയാവട്ടെ. ഇന്ന് സജീവ വൈദിക സേവനത്തിൽ നിന്ന് വിരമിച്ചതായുള്ള വൈദികരെയും നാം ആദരിക്കുന്നതായുള്ള അവസരമാണ്. അവരുടെ സേവനം ഒരു ജോലി പൂർത്തിയാക്കലല്ല, ഒരു ജീവിതത്തിൻ്റെ സമർപ്പണമാണ് കാണുവാനായിട്ട് ഇടയാവുന്നത്. വർഷങ്ങളോളം പള്ളികളിലും കുടുംബങ്ങളിലും ആശുപത്രികളിലും ദുഃഖ വീടുകളിലും സന്തോഷത്തിൻ്റേതായുള്ള അവസരങ്ങളിലും ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ ഇടയായിരുന്നതായിട്ടുള്ള അവസരങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ, എണ്ണമറ്റ ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിനായിട്ട് സാധ്യമായി തീർന്നതായിട്ടുള്ള അവസരങ്ങൾ. ജീവിതം നമ്മോട് പറയുന്നത് വിശ്വസ്തതയ്ക്കും ഒരു സൗന്ദര്യമുണ്ട് എന്നതാണ്. അവരുടെ സാക്ഷ്യം തലമുറകളുടെ വൈദികർക്കും വിശ്വാസികൾക്കും ഏറെ പ്രചോദനമായിട്ട് തീരട്ടെ. സ്നേഹമുള്ളവരെ, ഈ എല്ലാ പുരസ്കാരങ്ങൾക്കും വ്യത്യസ്ത മേഖലകളാണ് ഉള്ളത് എങ്കിലും അവയെ ഒന്നിപ്പിക്കുന്നതായൊരു വലിയ സത്യമുണ്ട്. ദൈവം നൽകിയതിനെ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നതായുള്ള തലങ്ങളിൽ മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക. മാനവ സേവനം മുതൽ കൃഷി വരെ, കായികം മുതൽ വിദ്യാഭ്യാസം വരെ, സാഹിത്യം മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ, കലയും സംസ്കാരവും മുതൽ വൈദിക ശുശ്രൂഷ വരെ എല്ലാം ദൈവം നൽകിയ താലന്തുകളെ മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളാണ്. ഈ പുരസ്കാരം എന്നെ നൽകുകയും അത് നമുക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ അഭിനന്ദനങ്ങൾ പറയുവാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ അതിനോടൊപ്പം മറ്റൊരു വാക്കും പറയണം. ഇനി കൂടുതൽ ഉത്തരവാദിത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ആഹ്വാനം. മികവ് ഒരു പ്രിവിലേജ് അല്ല, ഒരു സ്റ്റുവേർഷിപ്പാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നതായുള്ള കഴിവ് നിങ്ങളുടെ മാത്രം സ്വത്തല്ല, അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റേതായുള്ള ദാനമാണ്. നിങ്ങളുടെ വിജയം നിങ്ങളിലെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റരുത്. നിങ്ങളുടെ വിജയം മറ്റൊരാളെ ഉയർത്താനായിട്ടുള്ള ശക്തിയായിട്ട് മാറണം. അവസരം ലഭിച്ചെങ്കിൽ മറ്റൊരാൾക്ക് അവസരം നൽകുവാനായിട്ടുള്ള വിനയം നമുക്കുണ്ടാവണം. നിങ്ങൾക്ക് അവസരം ലഭിച്ചെങ്കിൽ നൽകിയതായുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടാം. പ്രോത്സാഹനം ലഭിച്ചെങ്കിൽ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടിടയാവട്ടെ. പരാജയത്തിൽ നിന്ന് ഉയർന്നു വന്നെങ്കിൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരാളുടെ കൈപിടിക്കുക, അയാളെ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരട്ടെ. പുരസ്കാർ 2026 നമ്മെ മനോഹരമായിട്ടുള്ള സത്യത്തിലേക്ക് നയിക്കട്ടെ. ഓരോ കഴിവും ദൈവത്തിൻ്റെ ദാനം, ഓരോ നേട്ടവും ഓരോ ഉത്തരവാദിത്വം, ഓരോ വിജയവും ഓരോ സാക്ഷ്യം, ഓരോ പരാജയവും ഓരോ പഠനത്തിലേക്കുള്ള വഴികൾ, ഓരോ ജീവിതവും ദൈവത്തിൻ്റെ വിളിയുള്ളതായിട്ടുള്ള ഇടം. ഇന്ന് ആദരിക്കപ്പെടുന്ന എല്ലാ പുരസ്കാര ജേതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമ്മളുടെ അതിഥികളായി വന്നെത്തിയിരിക്കുന്നതായ ഏവരെയും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി സഭയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നമ്മളുടെ ഈ സന്ധ്യ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാണ്ടക്കോണം ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇത് സഭയുടെ സന്തോഷത്തിൻ്റേതായുള്ള അവസരമാണ്, സമൂഹത്തിൻ്റേതായുള്ള അനുഗ്രഹമാണ്. യുവ തലമുറയ്ക്ക് പ്രത്യാശ നൽകുന്നതായുള്ള ഒന്നാണ്. ലോകത്തിൽ സാക്ഷ്യം നിറവേറ്റുവാൻ, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ഇതൊക്കെ ആയിരിക്കട്ടെ പുരസ്കാർ 2026 നമുക്ക് ലോകത്തോടുള്ള ഈ കാലഘട്ടത്തോടുള്ള സന്ദേശം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ഇന്നത്തെ ഈ സന്ധ്യ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് വിനയത്തോടു കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.